അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പരിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പഠിച്ച റബ്ബ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്? നമ്മൾ ആത്മശുദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ തഖ്വ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോമ്പിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ശുദ്ധി കൈവരിക്കലാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇസ്ലാമിൽ മാത്രമല്ല, മറ്റ് മതങ്ങളിലുള്ള ആളുകളും നമ്മളെ നോമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ശരീരം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും പല ഡോക്ടേഴ്സും ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം നമ്മളൊരു മുസ്ലിമായി ജനിച്ച് നമുക്ക് വർഷത്തിലൊരു തവണ അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ ഇങ്ങനെ നോമ്പ് നിർബന്ധമാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നോമ്പ് കൊണ്ട് പല അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്, നോമ്പിൻ്റെ മാസം എന്ന് പറഞ്ഞത് നമുക്ക് ഫാസ്റ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷേ അത് മാറി ഒരു ഫീസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 നേരം ആകെ ഭക്ഷണം കഴിക്കണ്ടുള്ളൂ. ഒന്ന് അത്താഴത്തിനും അതേപോലെ തന്നെ ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും. ബാക്കിയുള്ള നേരമൊക്കെ നമ്മൾ ഫാസ്റ്റിങ്ങിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഈ നോമ്പ് കാലത്താണ്. നമ്മളുടെ ഈ അമിതമായ ഭക്ഷണം കാരണം പല അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റമളാനിലെ നോമ്പിലെ ഭക്ഷണ രീതി എങ്ങനെ ആയിരിക്കണം, എങ്ങനെ നമുക്ക് നല്ലൊരു ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യാം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സയാന സലാം BAMS ആണ്. ഡോക്ടർ PG ചെയ്തിട്ടുള്ളത് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി തെറാപ്പിയിലാണ്. അതോടൊപ്പം ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്, ഒരു റിസോഴ്സ് പേഴ്സൺ ആണ്. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അക്ഷര പുരസ്കാരം, വിമൺ എംപവർമെൻറ്റിന് അക്ഷര പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ബിഷപ്പ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഡോക്ടറെ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഡോക്ടറെ, ഇപ്പം നമുക്കറിയാം, നമ്മളെ നാട്ടിൽ ആളുകളുടെ ഒരു ഫുഡ് ഹാബിറ്റും നമ്മളടക്കമുള്ള ആളുകളുടെ ഫുഡ് ഹാബിറ്റും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാരണം പല അസുഖങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ റിപ്പയർ ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കൊരു ശുദ്ധീകരണമാണ്. ഇത്രയും കാലം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനിന് ഒരു റെസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മളെ മെറ്റബോളിസമൊക്കെ ക്ലിയർ ആയിട്ട് വരും. പക്ഷേ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന നോമ്പ് കാരണം ആഫ്റ്റർ നോമ്പിന് ശേഷം ഹോസ്പിറ്റലുകൾ ആളുകളുടെ തിരക്കാണ്. പല അസുഖങ്ങളും, ഇപ്പോൾ ഡയബറ്റിക് അല്ലെങ്കിൽ അതുപോലെയുള്ള പല ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്നാണ് കൂടി വരികയാണ്. പക്ഷേ നോമ്പ് എന്ന് പറഞ്ഞത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്, റിപ്പയർ ചെയ്യാനാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോമ്പിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് അത്താഴം മുതലാണ്. പല ആളുകളും അത്താഴം സ്കിപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നുബില പറഞ്ഞ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം റമളാൻ കാലം എന്ന് പറയുമ്പോൾ ശരിക്ക് അത് നമ്മുടെ ഒരു ശരീരത്തിനെ ഏറ്റവും നല്ല രീതിയിൽ, നമ്മുടെ ദഹന വ്യവസ്ഥയെ പ്രത്യേകിച്ചും റിപ്പയർ ചെയ്യേണ്ട ഒരു കാലമാണ്. പക്ഷെ പലപ്പോഴും ഈ ഫാസ്റ്റിംഗ് ഒരു ഫീസ്റ്റിങ്ങിലേക്ക് പോയ ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ ആ ഒരു അവയർനെസ് നമ്മുടെ ജനങ്ങളിൽ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വലിയൊരു നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വയറിൻ്റെ വിശപ്പായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ആവരുത്, അത് ഒരു ഹൃദയത്തിൻ്റെ വിശപ്പാണ്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. റമളാൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പിരിച്വൽ ഹെൽത്ത് ഉണ്ട്, സ്പിരിച്വലി അതിൻ്റെ ഒരു ഭാഗമുണ്ട്. അതിന് പുറമെ പിന്നെ നമ്മുടെ സോഷ്യലി എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, എല്ലാം ഒരു പുനർജീവിപ്പിക്കലാണ്, ഒരു റിസസിറ്റേഷനാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ റിസസിറ്റേഷൻ ആൻഡ് റിവൈവിങ് ഓഫ് ഹാർട്ടാണ്. അപ്പോൾ അതിൽ സ്പിരിച്വലി സോഷ്യലി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഉള്ള റിവൈവിങ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് റമളാൻ്റെ ചിട്ടാവട്ടങ്ങളിൽ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മളത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ പലപ്പോഴും ഈ സുഹൂറിൻ്റെ കാര്യം, ഇപ്പോൾ അത്താഴത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത്താഴം ഇന്നത്തെ ആളുകൾ, ഇപ്പം എനിക്ക് വലിയ തമാശ തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യങ്ങൾ റമളാനിൽ എങ്ങനെ നമുക്ക് വെയിറ്റ് കുറക്കാം, എങ്ങനെ നമുക്ക് 10 കിലോ കുറക്കാം, 5 കിലോ കുറക്കാം. റമളാൻ്റെ ഉദ്ദേശം ഇവിടെ വെയിറ്റ് കുറക്കലായി മാറി. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്നത് മാറി എന്നുള്ളത് വലിയൊരു വിഷമാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ റിവൈവിങ് മൊത്തത്തിൽ സ്പിരിച്വലി സോഷ്യലി ഫിസിക്കലി മെൻ്റലി ഈ ഘട്ടങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിൽ വന്ന ചില ടോക്കുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളും പറയുന്നത് ഈ പിന്നെ എന്താ പറയുക, ഫാസ്റ്റിങ് നമുക്ക് റമളാനിൽ 2 നേരമാണ് നുബില പറഞ്ഞ പോലെ ഭക്ഷണം പറയുന്നത്. അപ്പോൾ റമളാൻ വ്രതം നമ്മൾ മുറിക്കുന്ന സമയം, ഇഫ്താറിൻ്റെ സമയം,
അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ സമയം, സുഹൂറിൻ്റെ സമയം. പക്ഷേ സുഹൂർ അത്താഴം ചെയ്യേണ്ട, എടുക്കണ്ട, അപ്പം അത്രയും നമുക്ക് വെയിറ്റ് ലോസ് വരുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഫാറ്റ് ബേൺ കൂടുതൽ വരുള്ളൂ. ഇത് വളരെ തെറ്റായൊരു ധാരണയാണ്. കാരണം രണ്ട് തരത്തിൽ നോക്കുകയാണെങ്കിലും, മതപരമായിട്ട് നോക്കുകയാണെങ്കിലും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും, കാരണം സുഹൂറിൽ നമുക്ക് ബർക്കത്തുണ്ട് നിങ്ങൾ സുഹൂർ കഴിക്കും, നിങ്ങൾക്ക് അതിൽ ബർക്കത്തുണ്ട് എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. സുഹൂർ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് കഴിക്കരുത്. നമ്മൾ ലൈറ്റായിട്ട് നമ്മുടെ പിന്നെ പ്രത്യേകിച്ച് ഈ പിന്നെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഐറ്റംസ്, പാനീയങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അത് ജ്യൂസുകൾ, പഴച്ചാറുകൾ എന്നുള്ളത് ഏത് പഴങ്ങൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. കൂടുതൽ സിട്രിക് ആയിട്ടുള്ള പഴങ്ങളൊക്കെ ആണെങ്കിൽ അത് ചിലപ്പം അത്ര ഗ്രേപ്സ്, ഓറഞ്ച്, ലെമൺ ഒക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് അസിഡിറ്റി ഉള്ളവർക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ആണ്. ഒരാൾക്കുള്ളത് പോലെ ആവില്ല ഒരാൾക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് കഴിക്കാം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ സുഹൂറിൻ്റെ സമയത്ത് നമ്മൾ കൂടുതൽ പിന്നെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഐറ്റംസ്, അത് സൂപ്പാവാം, നമുക്ക് വെജിറ്റബിൾ സൂപ്പുകൾ ഉണ്ടാക്കി കഴിക്കാം, അതെ സാലഡ്സ് ആവാം, ഈത്തപ്പഴം കഴിക്കാം, നേന്ത്രപ്പഴം കഴിക്കാം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഊർജ്ജദായകമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്, നല്ല ഊർജം തരും. പിന്നെ രണ്ട് തരത്തിലാണ് ആളുകളുള്ളത്. ഒന്നുകിൽ ഒന്നും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഹെവി ആയിട്ട് കഴിക്കുക. അന്നത്തെ ദിവസം മുഴുവൻ പട്ടിണി കിടക്കണമല്ലോ. അപ്പൊ പകല് മുഴുവൻ പട്ടിണി കിടക്കേണ്ടത് കൊണ്ട് നമ്മൾ ഭക്ഷണം മാക്സിമം കഴിച്ച് എല്ലാം കൂടെ ഒറ്റ തട്ടിൽ അങ്ങോട്ട് തട്ടി കൊടുക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അവിടെ എന്താ വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓവറായിട്ടുള്ള ഭക്ഷണം ഒരിക്കലും നമ്മൾ ദഹന വ്യവസ്ഥയ്ക്ക് കൊടുക്കുന്ന ഒരു വിശ്രമം കൂടിയാണ് നോമ്പ് കാലം, റമദാൻ കാലം. ഇപ്പോൾ ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിനെ പറയുന്ന ഒരു ഉപവാസം ഒരു ചികിത്സാ മാർഗമായിട്ട് കൂടിയാണ് നോമ്പ്, ഉപവാസം എന്ന് പറഞ്ഞത്. പക്ഷെ ഉപവാസവും നോമ്പും ഉദ്ദേശങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നതും പ്രശ്നമാണ്. കാരണം എത്ര നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഒരു 3 or 4 hours കൊണ്ട് ദഹിച്ചു കഴിഞ്ഞു നമ്മൾ എത്ര കഴിച്ചാലും. അപ്പം നമുക്ക് പിന്നേക്ക് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ച് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യരുത്. മിതമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ചെറിയ കാർബുകളും കൂടുതൽ പ്രോട്ടീനുകളും അടങ്ങുന്ന ഭക്ഷണങ്ങൾ. ഈത്തപ്പഴം കഴിക്കുന്നവരുണ്ട്, അതുപോലെ സൂപ്പുകൾ കഴിക്കുന്നവരുണ്ട്. കഞ്ഞി ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ്. കാരണം കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുണ്ട്, കാർബും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു അസിഡിറ്റി കേസ് ഉള്ള ഒരു പേഷ്യന്റ് നോമ്പുകാലത്ത് അല്ലാതെ വരികയാണെങ്കിൽ, നോർമൽ കേസിൽ ഭയങ്കര, ചിലർക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും, നെഞ്ചരിച്ചിലൊക്കെ ആയിരിക്കും. അപ്പം അവരോട് നമ്മൾ രാത്രികാലങ്ങളിൽ പറയാറ്, ഈ നമ്മുടെ അരി വേവിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിന്റെ മട്ടെടുക്കാൻ പറയും. ഏറ്റവും അടിഭാഗം ഭയങ്കര റിച്ച് ആയിരിക്കും കാർബില്. ആ മട്ടെടുത്തിട്ട് അതിൽ കുറച്ച് കഞ്ഞി അല്ലെങ്കിൽ ചോറ് വറ്റ് ഇട്ടിട്ട് കഴിക്കാൻ പറയും. കാരണം അത് കുറച്ചൊരു നമ്മുടെ ഡൈജഷനെ ഒന്ന് കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് കുറച്ച് ടൈം എടുത്ത് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു ആസിഡ് പെപ്റ്റിക് ഡിസീസ് വരാനുള്ള ചാൻസുകൾ കുറയും എന്നുള്ളത്. വെള്ളം എങ്ങനെ കുടിക്കണം? ഇപ്പോൾ കുറേ ആളുകൾ പറയും കുറേ ബോട്ടിൽ കുടിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കേസ് എങ്ങനെയാണ് വരുന്നത് അത്താഴത്തിനൊക്കെ? വെള്ളം നമ്മുടെ ആവശ്യം അനുസരിച്ച് കുടിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഭക്ഷണം പോലെ തന്നെ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും കഴിയില്ല. അതൊരു പരിധി സമയം കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ നോമ്പിന്റെ ഉദ്ദേശം. നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ച് തരികയാണ് അല്ലേ? ഒരു മാനസിക വിശുദ്ധി കൂടിയാണ്, ചില തിരിച്ചറിവുകളാണ്, പുനർജീവനം കൂടിയാണ്. ഇപ്പോൾ ഒരു നോമ്പുകാലം കഴിഞ്ഞ് വരുന്ന ഒരാള് ഹീസ് കംപ്ലീറ്റ്ലി റെസസിറ്റേറ്റഡ് അല്ലേ, കംപ്ലീറ്റ്ലി റിവൈവ്ഡ് ആണ്. അയാൾ പുതിയൊരു മനുഷ്യനാണ്. അയാൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, വിശപ്പിന്റെ വില പഠിച്ചു. പക്ഷെ ഇന്നത്തെ നോമ്പുകൾ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം വേനലും നോമ്പും കൂടി ഒരുമിച്ച് വന്നിക്കുകയാണ്. അപ്പം നോർമൽ തന്നെ നോമ്പില്ലെങ്കിൽ തന്നെ വേനൽക്കാലത്ത് പല ആളുകൾക്കും യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് അത്താഴത്തിന് അതിനെ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ കൂവ വെള്ളം അതൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനത്തതൊക്കെ കഴിക്കണം നല്ലതാണോ? നല്ലതാണ്. അതായത് പിന്നെ സ്വാഭാവികമായിട്ട് ഈ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പേഴ്സൺ വൈസ് ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന, ക്രോണിക് ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അയാളുടെ ബോഡിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അത്രയും പിന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരാളാണെങ്കിൽ
അവർക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏറ്റവും നല്ലത് പിന്നെ റെക്കറൻ്റ് ആയിട്ട് UTI വരുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കരിക്കിൻ വെള്ളം. കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളം അത്താഴത്തിന് കുടിക്കാം. അതെ, അതിൽ ഏലത്തിരി പൊടിച്ചിട്ട് കഴിക്കുന്നതാണ് ഏലക്കായ പൊടിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ വ്യത്യാസമാണ്. അതുപോലെ ഒന്നാണ് കൂവപ്പൊടി. കൂവപ്പൊടി തിളപ്പിച്ച് നമ്മൾ വേണമെങ്കിൽ അല്പം പാല് ചേർത്ത് കുടിക്കുകയാണെങ്കിലൊക്കെ അത് നല്ല രീതിയിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളെ, പിന്നെ എന്തിനും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ള ആളുകൾ ഡോക്ടറെ ചെന്ന് കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് അതിനനുസരിച്ച് ഉള്ളൊരു ഡയറ്റ് ഷെഡ്യൂളും അതുപോലെ തന്നെ മരുന്നുകൾ വേണമെങ്കിൽ മരുന്നുകളും ചിലപ്പോൾ കഴിക്കാൻ ഒന്നുമില്ല. സ്വന്തമായിട്ട് റെമഡീസ് ഇല്ല. എപ്പോഴും ഒരു കൺസൾട്ടിങ് ആയിട്ടുള്ള ഒരു നല്ലതാണ് നോമ്പിന്റെ സമയത്തൊക്കെ. അതെ. പിന്നെ നമ്മൾ പറയണെങ്കിൽ ഇപ്പം അത്താഴം മുടക്കരുത്. ഇപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, അത്താഴം എടുക്കുക. പിന്നെ അടുത്ത കാര്യമാണ് നോമ്പ് തുറക്കുന്നത്. പല കൺഫ്യൂഷൻസാണ്, അല്ലെങ്കിൽ പല തരത്തിലുള്ള മെത്തേഡ്സാണ് പലരും യൂസ് ചെയ്യണത്. ഇപ്പോൾ കുറച്ച് മുന്നൊക്കെ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വരുമ്പോൾ നാരങ്ങ വെള്ളം ഇല്ലാത്തൊരു നോമ്പ് ചിന്തിക്കാനേ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഒന്നുകൂടി ബോധേഡായി ഹെൽത്തിൻ്റെ കാര്യത്തിൽ. അപ്പം നാരങ്ങ വെള്ളം പാടില്ല, കാരണം അസിഡിറ്റിയാണ്, അതുകൊണ്ട് കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറേ ആളുകൾ പറയുന്നുണ്ട് ഉപ്പിട്ട് കുടിക്കുന്നത് നല്ലതാണ്, കാരണം ഈ BP കുറവുള്ള ആളുകൾക്ക് നാരങ്ങ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വെള്ളം കൊണ്ടാണ്. ശരിക്കും നമുക്ക് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലത് ഏത് രീതിയിലാണ് നോമ്പ് തുറക്കുന്നതായിരിക്കും? ഇഫ്താറുകൾ ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സുഹൂറും ഇഫ്താറും ആ നോമ്പ് തുറക്കുന്ന സമയത്തെ ഭക്ഷണ രീതികളൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷെ ഇന്ന് പ്രശ്നം വരുന്നത് അധികം ഇഫ്താറിലും കൂടിയാണ്. ഇഫ്താർ ഭയങ്കര ഗ്രാൻഡ് ആക്കുക, എന്നിട്ട് സുഹൂർ സ്കിപ്പ് ചെയ്യുക. ഇനിയിപ്പം തറാവി കഴിഞ്ഞിട്ട് രാത്രി സമയം ഉണ്ടല്ലോ, ഒരു 10 മണിക്ക് ശേഷമുള്ള ഭക്ഷണങ്ങൾ അതിലും ട്രെൻഡിങ് ആയി പോയോണ്ടിരിക്കണ. ഇനി ഈ നോമ്പിന് എന്തായിരിക്കും? അതെ അതെ, അങ്ങനെ എന്തിറങ്ങുന്ന ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഇഫ്താറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇഫ്താറിന്റെ ഉദ്ദേശം എന്താ? ഇഫ്താർ അത്രയും സമയം വ്രതം അനുഷ്ഠിച്ച് ഒരു മാനസിക വിശുദ്ധി വന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ദഹന വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിൽ മാറ്റം വരും. കാരണം സ്വാഭാവികമായിട്ട് ഭക്ഷണം കിട്ടാതാവുമ്പോൾ ഞങ്ങളുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ഈ ദഹന വ്യവസ്ഥ ഒരു അഗ്നി ആയിട്ടാണ് പറഞ്ഞത്, തീ ആയിട്ടാണ്. തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീ. നമ്മളിപ്പം ഇന്നലെ വരെ നോമ്പ് അനുഷ്ഠിച്ച ഒരാൾക്ക് കൃത്യമായിട്ട് ആ വയറിനറിയാം, അല്ലെങ്കിൽ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനറിയാം ഏത് സമയത്ത് ഭക്ഷണം വരും എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയമാകുമ്പോൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ചെറിയൊരു പ്രയാസം തുടക്കത്തിൽ അനുഭവപ്പെടും. അതാണ് നമുക്കൊരു തലവേദന വരുന്നത്. തലവേദന, ചിലർക്ക് വയറിലൊരു അസ്വസ്ഥതയൊക്കെ വരും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഗ്നി ഉണ്ടല്ലോ, ഈ തീ HCl ആണ് ഉദ്ദേശിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങും. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ അത് കനലായിട്ട് അവിടെ കിടക്കുകയാണ്. ഒരു തീനെ മനസ്സിൽ സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. അതവിടെ കനലായിട്ട് വയറിൽ കിടക്കും. ആ കനലായി കിടക്കുന്ന ഒരു അടുപ്പിലേക്ക് നമ്മൾ എപ്പോഴും ചുള്ളിക്കമ്പുകളും എങ്ങനെ കത്തിക്കുക, ഓലക്കൊടി, ചുള്ളിക്കമ്പ്, കരിയിലൊക്കെ വെച്ച് കത്തിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, വലിയ വിറകും കഷ്ണങ്ങൾ കൊണ്ടുവച്ച് പച്ചയായിട്ടുള്ള ഉണങ്ങാത്ത വിറകും കഷ്ണങ്ങൾ കൊണ്ടുവച്ച് അവിടെ ഇങ്ങനെ കനലായിട്ട് കിടക്കുകയാണ്. അതിലേക്ക് ഇതങ്ങോട്ട് വെച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് അങ്ങോട്ട് കെട്ടടങ്ങി പുകയാൻ തുടങ്ങും അല്ലേ? ഇതാണ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഇഫ്താറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വയറ് കംപ്ലീറ്റ്ലി ക്ലീനായി നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ആ ഒരു പിന്നെ ഉള്ള ഭക്ഷണത്തെ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകളെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ആ കൊഴുപ്പുകളെയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി അതൊരു രീതിയിൽ ഒന്ന് ശുദ്ധീകരണം വരുത്തുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ജ്യൂസുകൾ വെച്ചിട്ടാണ് അങ്ങോട്ട് തുടങ്ങുക. അത് പ്രത്യേകിച്ച് ലൈം. ഇപ്പം നുബില പറഞ്ഞ പോലെ എൻ്റെ ഓർമ്മയിലും നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്തക്കയും നാരങ്ങ വെള്ളവും. സമയമില്ല, നോമ്പില്ല, അതില്ലാതെ നമുക്ക് പറ്റില്ലായിരുന്നു. അതൊക്കെ വളരെ തെറ്റായൊരു ധാരണയാണ്. കാരണം ഈ ഒരു കെട്ടടങ്ങി കിടക്കുന്ന ഒരു തീയിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്ന പോലെയാണ് നമ്മൾ ആസിഡ് ഒഴിക്കുന്നത്. സിട്രിക് ആസിഡ് ആണല്ലോ നാരങ്ങ വെള്ളം, അത് ആസിഡ് ഒഴിക്കുന്നത്. സ്വാഭാവികമായിട്ട്
പ്രവാചകൻ പറഞ്ഞ പല കാര്യങ്ങളിലും കൃത്യമായ അറിവുകളും നമുക്ക് ചിന്തിക്കാനുള്ള മാർഗങ്ങളും ഉണ്ട്. ശരിക്കും ഒരു ഡോക്ടറെ പോലെ പറഞ്ഞതുപോലെ പോലെ ഈത്തപ്പഴം കൊണ്ട് തുടങ്ങാനാ പറഞ്ഞത്. ഈത്തപ്പഴം കൊണ്ട് തുടങ്ങാനാ പറയുന്നത്. അതില്ലെങ്കിൽ വെള്ളം. അതെ, ആ ഈത്തപ്പഴത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ഈ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെ ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽസിക്ക് വരുത്തണം. ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കും. വെള്ളം എത്രയും നമുക്ക് കഴിക്കാം, പച്ചവെള്ളം കുടിക്കുക അല്ലേ. പക്ഷെ നമ്മളതിനെ മലിനമാക്കിയിട്ട് പലതരത്തിലുള്ള സ്ക്വാഷുകൾ, അതുപോലെ നാരങ്ങ, ഷുഗർ ഒക്കെ ആഡ് ചെയ്യുക. ഒരിക്കലും ഈ ഷുഗർ കണ്ടന്റ് ആഡ് ചെയ്യാത്ത വെള്ളങ്ങൾ കഴിക്കുന്ന പച്ചവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം അത് ഓരോ കാലഘട്ടത്തിനും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ഈത്തപ്പഴം കഴിക്കുക, പിന്നെ വലിയ പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്ത് കഴിക്കുക. ഈ പപ്പായ, അങ്ങനത്തെ പപ്പായ, പേരക്ക, ഇനി അതുപോലെ തന്നെ ആപ്പിള്, അതൊക്കെ നല്ലതാണ്. ടസമാമ് ഒക്കെ നല്ലതാണ്. വാട്ടർമെലോൺ ഒന്നും കുഴപ്പമില്ല. ഈ ഓറഞ്ച്, ഗ്രേപ്സ്, അങ്ങനത്തെ അസിഡിക് ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നത് നോമ്പ് തുറക്കുമ്പോൾ. BP പേഷ്യൻസിന്റെ അത് എങ്ങനെ? BP പേഷ്യൻസ് സ്വാഭാവികമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ള, ഇപ്പോൾ ഈ BP ഉള്ള ഒരാൾ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ഒരു പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ്, ഇവർ എപ്പോഴും ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാവുമല്ലോ, ആ ഡോക്ടറുടെ കൃത്യമായിട്ട് ഒരു അഡ്വൈസ് എടുക്കണം നോമ്പിൻ്റെ മുൻപായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ BP ലെവൽ എത്രയെന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പോൾ ആ കഴിക്കേണ്ട മരുന്നുകൾ കഴിക്കാതിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. എല്ലാം നിർത്തി വെക്കുക, ഞാൻ നോമ്പിലാണല്ലോ, പിന്നെ മരുന്നിന്റെ ആവശ്യം, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു ഡയറ്റ് ചാർട്ട്, അവർക്കൊരു മെഡിസിൻ്റെ ഒരു ആ സമയങ്ങളിൽ വ്യത്യാസം, ഡോസുകളിൽ വ്യത്യാസം, ഇതൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കും. അതൊക്കെ പ്രധാനമാണ്. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് ഉപ്പിട്ട് വെള്ളം കുടിക്കുന്നത് ഹൈപ്പോ ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ, പിന്നെ ബ്ലഡ് പ്രഷർ നല്ല ഡൗൺ ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. പക്ഷെ അത് അങ്ങനെയാണോ ഇല്ലേ എന്നുള്ളത് കൺസൾട്ട് ചെയ്യേണ്ടി ഡിപ്പെൻസ്. ഓരോരുത്തരും വ്യത്യാസം. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് എല്ലാവരും ഉപ്പിട്ട് വെള്ളം കുടിക്കാൻ പോയാൽ ചിലപ്പോൾ പ്രശ്നം. അതെ, അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്ന പേഷ്യൻസ് ഡോക്ടേഴ്സിനെ ആദ്യം കൺസൾട്ട് ചെയ്യുക, അത് വേണ്ടതാണ് നിർബന്ധമായിട്ടും. ബാക്കി ഇപ്പൊ നോർമലി നോക്കണെങ്കിൽ നമ്മൾ ഈ നാരങ്ങ വെള്ളം ഒഴിവാക്കണം ഏറ്റവും ബെറ്റർ. ഇങ്ങനെ ഏറ്റവും ബെറ്റർ അതാണല്ലോ. അതെ, നാരങ്ങ വെള്ളം ഒഴിവാക്കുക. ജ്യൂസുകളും കഴിക്കുകയാണെങ്കിൽ തന്നെ അധികം സിട്രിക് അല്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജ്യൂസ് ആകുമ്പോൾ അതിൽ പിന്നെ കുറെ ഷുഗറും അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജ്യൂസും വത്തക്കൊക്കെ പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മൈൻഡിലേക്ക് ആദ്യം വരെ സമൂസ, കട്ട്ലറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ബജ്ജികളൊക്കെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫുൾ സൈഡുകളിൽ എന്താണ് ഈ പൊരിച്ച കടികൾ വിൽക്കുന്നതാണ്. ശരിക്കും നോമ്പിന് നമുക്കിത് കഴിക്കാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഏത് സമയത്ത് കഴിക്കാം? സത്യം പറയുകയാണെങ്കിൽ നോമ്പിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് അല്ലേ. പ്രിപ്പറേഷൻ, നോമ്പ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സ്റ്റഫ് ചെയ്ത് വെക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വീട് വൃത്തിയാക്കുക, നനച്ചുളി വീട് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കുക. രണ്ടാമത്തത്, നോമ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ആഘോഷമായി മാറിയിട്ടുണ്ട്. നോമ്പിന്റെ ഉദ്ദേശം പലതാണ്. അതെ, മാറി പോയി എന്നുള്ള വലിയൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അത് കുറേ സാധനങ്ങൾ സ്റ്റഫ് ചെയ്ത് വെക്കുക. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ 30 ദിവസത്തേക്ക് ഉള്ളത് റെഡിയാക്കണം. സമൂസ ഷീറ്റ് മടക്കി വെച്ച്, അതെ, സമൂസ നിറച്ച് വെച്ച് ഫ്രീസറിൽ കയറ്റി വെക്കുക. കട്ട്ലറ്റ് ഉണ്ടാക്കി ഫ്രീസർ. ഇനി ഈ സ്റ്റഫ്ഡ് ആയിട്ടുള്ള സ്നാക്സ് അവൈലബിൾ ആണ്, എല്ലാ കടകളിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവണ്ട. നോമ്പ് തുറക്കാൻ ഒന്നുകൊണ്ടും ടെൻഷൻ, 5 മിനിറ്റ് കൊണ്ട് എല്ലാം റെഡി ആവുന്നുള്ളത്. അപ്പം നോമ്പിന്റെ ഉദ്ദേശം എവിടെ പോയി എന്നുള്ളതാണ് വലിയൊരു വസ്തുത. അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. പിന്നെ പിന്നെ നോമ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നോമ്പല്ലെങ്കിലും അല്ലാത്ത സമയത്തും നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന പോലെയാണ് ഇന്ന് അല്ലേ. ശരിക്കും ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി. പക്ഷേ പലപ്പോഴും ആ ഉദ്ദേശങ്ങളൊക്കെ തെറ്റി എന്നുള്ളതാണ്. നോമ്പിന് പ്രത്യേകിച്ചും നമ്മൾ മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ സ്നാക്ക് ഐറ്റംസ്, പൊരിച്ച കടികൾ, ഇനിയിപ്പോൾ അത് സ്റ്റഫ്ഡ് ആണ്, ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, ഫ്രീസ്ഡ് ആണ്,
എന്താണെങ്കിലും അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. മാക്സിമം. അതെ, അല്ലാതെ അത് ഈ എണ്ണപ്പലഹാരങ്ങളാണ് അല്ലേ, എണ്ണപ്പലഹാരങ്ങൾ ഇപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് പുറമേ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി സേഫാണ് മാത്രം പറയാം. എന്തൊക്കെയാണെങ്കിലും ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ, ഫുഡുകൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എത്രത്തോളം ദോഷം ഈ കാലിയായിട്ടുള്ള വയറ്റിലേക്കാണ്. നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നോമ്പ് 2 ഘട്ടമായിട്ടാണ് നോമ്പ് തുറ. അതായത് ആദ്യഘട്ടം നമ്മൾ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കും അല്ലേ, രണ്ടാമത്തെ ഒരു ഘട്ടമായിട്ട് നമ്മൾ കുറച്ചും കൂടെ പത്തിരിയും കറിയോ കുറച്ചും കൂടെ മീൽസ് എന്നുള്ള രൂപത്തിലേക്ക് കുറച്ചും കൂടെ ഒരു കട്ടി ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങും. അപ്പൊ ഇവിടെ ഈ ആദ്യത്തെ പാർട്ടിലാണ് ഈ സ്നാക്സ് വരുന്നത്. ആ സ്നാക്സ് വരുമ്പോൾ അത് ഈ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ ഒക്കെ സ്വാഭാവികമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിന് പകരം എന്ത് കൊടുക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. കൊഴുക്കട്ടകളുണ്ട് അല്ലേ, സ്റ്റീംഡ് ഫുഡ്സ്. ഇപ്പോൾ മോമോസൊക്കെ സ്റ്റീംഡ് ആണ്. അപ്പൊ അത് മൈദകളൊക്കെ ഒഴിവാക്കിയിട്ട് റൈസ് പൗഡറിൽ ഇപ്പോൾ അടകളുണ്ടല്ലോ, അട, പത്തിരി അട, ഇലയട, ചക്കയട, അങ്ങനെ കുറെ പോളകളൊക്കെ നമ്മൾ നേരിട്ട് അങ്ങനെ, അതെ പോളകള്, അങ്ങനത്തെ ഒക്കെ കുറേ കൂടെ നന്നാവും, വലിയ പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തത് പിന്നെ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാലത്ത് ഈ പുറമേ നിന്ന് നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് എല്ലാ കടകളിലും പൊരിച്ച കടികൾ ഇഷ്ടം പോലെ ലഭ്യമാണ്. അപ്പം അത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് വീണ്ടും 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 ഓയിലുകളാണ്. ഓൾറെഡി നമ്മുടെ ദഹന വ്യവസ്ഥ പ്രിപ്പറേഷനിലാണ്, റിപ്പയറിങ്ങിലാണ് അല്ലേ, നമ്മുടെ മൊത്തത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വീണ്ടും വിഷങ്ങൾ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂല്ല, കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് അത് എത്തിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഓയിലി ഫുഡ്സ് ഒഴിവാക്കുക. ഇനി കഴിക്കണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് കഴിക്കാം. ഓക്കെ. പിന്നെ നമ്മളെ പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്, നോമ്പിന് ഇളവുകളുണ്ടല്ലോ പടച്ചോന്, സ്ത്രീകൾ പീരീഡ്സ് ആവുന്ന സമയത്ത് നോമ്പെടുക്കേണ്ട, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നോമ്പെടുക്കേണ്ട, അങ്ങനെ നമുക്ക് കുറേ ഇളവുകളുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നതാണ്, പ്രഗ്നൻ്റ് ആയ ലേഡീസ് നോമ്പെടുക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അവർ ഇളവുണ്ടെങ്കിലും വലിയ പ്രയാസം ഇല്ലെങ്കിൽ നോമ്പെടുത്ത പ്രശ്നമുണ്ടോ, അതേപോലെ ഫീഡ് ചെയ്യുന്ന ഉമ്മമാർക്ക് നോമ്പെടുക്കണോ? അപ്പോൾ ആസ് എ ഡോക്ടർ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിക്ക് ഫീഡ് ചെയ്യുന്ന ആളുകൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ? പാൽ കൊടുക്കുന്ന ആളായതുകൊണ്ട് ഉമ്മനെ ബാധിക്കുമോ? അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ലേഡി ആകുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് അത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ സൃഷ്ടാവ് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ഇളവുകൾ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇളവുകൾ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പിന്നെ അത് വീട്ടാനുള്ള സമയവും തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് നോർമലി ഒരു പ്രഗ്നൻസിയുടെ 3 ട്രൈമിസ്റ്റർ ആയിട്ടാണല്ലോ, ഫസ്റ്റും സെക്കൻഡും തേർഡും. അതിൽ ഫസ്റ്റ് ട്രൈമിസ്റ്റർ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം ആ ഗർഭം അവിടെ ഉറച്ച് അബോർഷൻസിന്റെ ടെൻഡൻസി കൂടുതലാണ് ഫസ്റ്റ് 3 months. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവുമ്പോൾ ചെറിയ ഇപ്പോൾ അനീമിക് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ UTI സ്ഥിരമായിട്ട് വരുന്ന കുട്ടിയാണ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, മൊത്തത്തിൽ ക്ഷീണിതയാണ്. സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഗർഭിണി നല്ല ക്ഷീണിതയായിരിക്കും. അവർക്ക് നല്ല രീതിയിൽ പിന്നെ ഛർദിയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അവിടെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷനിലേക്ക് നീങ്ങും. ആ കുട്ടീനോട് കൂടി ചെയ്യുന്ന തെറ്റാണ്. കാരണം സൃഷ്ടാവ് റബ്ബ് ഇളവ് തന്നിട്ട് സ്വീകരിക്കാതിരിക്കുന്നതാവില്ല സുന്നത്ത്. പിന്നെ തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഒരു ലേബറിലേക്ക് എത്താറായിട്ടുണ്ട്. ഒരു 9th month അല്ലെങ്കിൽ 8th half 9th month ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സമയത്ത് കുട്ടിക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടുതൽ വേണം. അപ്പോൾ ഗർഭിണി വെള്ളത്തിന് കുറവ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എപ്പോഴും ഹൈപ്പോഗ്ലൈസിമിക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്തും അപ്പോൾ ഈ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇവർ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കാം, അങ്ങനെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ അവരുടെ അയേൺ ലെവൽ നോക്കും, കാൽഷ്യം ലെവൽ, ഇതൊക്കെ വെച്ചിട്ട് അവർ കൃത്യമായിട്ടൊരു ഇനിയിപ്പോൾ സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ പൊതുവെ
അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. ഈ 4, 5, 6 മാസം, ആ മാസങ്ങളിൽ പൊതുവെ ഗർഭിണികൾ ഒന്നും കൂടെ ഹെൽത്തിയാണ്, ഹാപ്പിയാണ്, ഫുഡ് നന്നായിട്ട് കഴിക്കും, പിന്നെ കുട്ടിയുടേതായിട്ടുള്ള ഇളക്കങ്ങളും ചലനങ്ങളൊക്കെ വരുന്ന കാലഘട്ടം. മൊത്തത്തിൽ അവർ ഫിസിക്കലി ആൻഡ് മെന്റലി ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അത്ര പ്രയാസം ഉണ്ടാവാറില്ല. എന്നാലും ചില ആളുകൾക്ക് ആസ് എ പ്രഗ്നന്റ് ലേഡി അവരുടെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റിനോട് ഇങ്ങനെ നോമ്പാണ്, എടുക്കാൻ സാധിക്കുമോ, എൻ്റെ ഹെൽത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ അവരില്ലേ ഫുഡ് അപ്പം എങ്ങനെ കഴിക്കണം, അപ്പൊ ഇനി അഥവാ നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അത്താഴ സമയത്തൊക്കെ അവർ കൂടുതലായി കഴിക്കണം? ഈ പ്രഗ്നന്റ് ലേഡീസ് കൂടുതലായി കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും വരാൻ സാധ്യതയുള്ളത് വെള്ളത്തിന്റെ ഒരു അളവ് കുറയുക എന്നുള്ളതാണ്. അപ്പൊ വെള്ളം നല്ലോണം കുടിക്കുക, ഒരു പരിധി വിട്ട് കുടിക്കാൻ കഴിയില്ലല്ലോ. വെള്ളം നന്നായിട്ട് കുടിക്കുക, അയേൺ ആൻഡ് കാൽഷ്യം കണ്ടന്റ് ഉള്ള ഫുഡ്സ് കൂടുതൽ കഴിക്കുക. ഏതാണ് ഫുഡ് നമുക്ക് ഉൾപ്പെടുത്താം? നമുക്ക് ഇപ്പോൾ അയേൺ ആൻഡ് കാൽഷ്യം കണ്ടന്റ് ഉള്ള രാഗി നല്ല രീതിയിൽ പാലിലൊക്കെ പിന്നെ ഒരു ഇതുപോലെ ഉണ്ടാക്കുമല്ലോ, പോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനി ഈത്തപ്പഴം പാലിൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ്. അതൊക്കെ അയൺ ആൻഡ് കാൽഷ്യം റിച്ച് ആണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇപ്പൊ നമ്മുടെ മുരിങ്ങയില, ചീരയില, അതൊക്കെ അയൺ ആൻഡ് കാൽഷ്യം റിച്ച് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. സ്വാഭാവികമായിട്ടുള്ള ഒരു ലേഡിനേക്കാളും കൂടുതൽ അവർ വെള്ളം കുടിക്കണം. ഫീഡ് ചെയ്യുന്ന മദേഴ്സ് ഇതേപോലെ തന്നെയാണോ? ഫീഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരുടെ ആരോഗ്യം നോക്കണം. അത് കുഞ്ഞ് പുറത്തേക്ക് വന്ന് കുഞ്ഞിന് ഭക്ഷണം, കുഞ്ഞ് ഫീഡിങ്ങിന്റെ ഏത് കാലഘട്ടം എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു വീവിങ് പീരീഡ് തുടങ്ങി കുട്ടിക്ക് കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസമില്ല. കാരണം കുട്ടിക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കുറുക്ക് കൊടുക്കുന്നുണ്ട്, നമുക്ക് പിന്നെ ഒക്കെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ നറിഷ്മെന്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 6 മാസം വരെയുള്ള വീവിങ് പീരീഡ് തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടം ആ കുഞ്ഞ് ഹെൽത്തി ആണെങ്കിൽ എങ്കിലും 30 നോമ്പും നോൽക്കരുത്. അവരെ ഇടവിട്ടിട്ടോ അവരുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇളവുകളുള്ളതാണ്, അത് എടുത്ത് വീട്ടിയാൽ മതി. പക്ഷെ അത് ചെയ്തേ ഞാൻ നോമ്പ് നോറ്റേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. കുഞ്ഞിനോടും കൂടി ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ അവിടെയും ഇവര് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് കൂടുതലായിട്ട് മുലപ്പാലിലൂടെയാണ് കുഞ്ഞിന് എല്ലാ നറിഷ്മെന്റും കിട്ടുന്നത്. അതൊക്കെ ഇവർക്ക് ഭക്ഷണത്തിലൂടെ ഇവർക്ക് കിട്ടണം. അത് മാത്രമേ കുഞ്ഞിന് കിട്ടുള്ളൂ. ഈ സ്വാഭാവികമായിട്ട് ഇവര് പിന്നെ ഫുള്ള് ഉപവാസം ഫുള്ള് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഡയറിയ വരും, കുഞ്ഞിന് വയറിളക്കം വരും, പിന്നെ കുഞ്ഞാകെ ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പൊ അതൊക്കെ ഇവർ ശ്രദ്ധിച്ചിട്ട് വേണം നോമ്പ് നോൽക്കാൻ. അവിടെ ഒരു കൺസൾട്ടേഷൻ എടുക്കണം, നല്ലതാണ്. ആദ്യത്തെ 6 മാസം അങ്ങനെ വാശി പിടിക്കാതെ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ ഒരു ഇടയ്ക്ക് ഗ്യാപ്പുകൾ കൊടുത്ത് റെസ്റ്റ് കൊടുത്ത് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പ്രഗ്നന്റ് ലേഡീസിൻ്റെ കാര്യം പറഞ്ഞാൽ അതേപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന മദേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ നോമ്പിന് എപ്പോഴും നമ്മുടെ ഉറക്കം ഇപ്പോൾ ഒരാളെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണല്ലോ ഉറക്കം. അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്ത് ഉറക്കത്തിൻ്റെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണ്? ഇപ്പോൾ കുറേ ആളുകൾ ഉച്ചയ്ക്ക് കുറേ നേരം കിടന്നുറങ്ങും, കാരണം അത്രയും സമയം നമുക്ക് ഭക്ഷണം കഴിക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ പണികൾ തീർന്നിട്ടുണ്ടെങ്കിൽ ഫുൾ കിടന്നുറങ്ങും അസർ വരെ. പിന്നെ അതേപോലെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സുബഹി കഴിഞ്ഞിട്ടും കുറേ നേരം ഉറങ്ങും. നോമ്പാകുമ്പോൾ മറ്റേത് നമ്മൾ ഒരു 6 മണിക്ക് സുബഹി നിസ്കരിച്ച് നീച്ച് നടക്കുന്ന ആളാണെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് 6 മണിക്ക് ശേഷം കിടന്നുറങ്ങും. ശരിക്കും നമുക്ക് നോമ്പ് കാലത്തെ ഉറക്കം എങ്ങനെ നമുക്കൊന്ന് മാനേജ് ചെയ്യാം? എങ്ങനെ ആയിരിക്കും ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുക നല്ലത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നോമ്പിന് നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും എന്ന പോലെ ഒരു 10 മണി വരെയൊക്കെ ഉറങ്ങുന്നവരുണ്ടാവും രാവിലെ. അതുപോലെ തന്നെ രാത്രിയിൽ പിന്നെ തറാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫുൾജാർ സോഡി ഇതൊക്കെ കുടിക്കാൻ പോകും. ഇപ്പൊ പൊന്നാനി കർമ്മ റോഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഫുള്ളാണെന്നാ പറയണേ. അത്താഴം കൂടെ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വരുന്നത്. അപ്പൊ രാത്രി കാലങ്ങളിൽ ഭക്ഷണ സമയം എത്രയും കഴിക്കാന്നുള്ള ഒരു ടെൻഡൻസിക്ക് വന്നിട്ടുണ്ട്. നോമ്പ് തുറന്നാൽ പിന്നെ ആഘോഷം, വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും എല്ലാം കഴിച്ച് പിന്നെ രാത്രി അത്താഴവും കഴിഞ്ഞ് പിന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങുകയാണ്. അത് 10 മണി 11 12 വരെ ഉറങ്ങുക പോലില്ലാത്ത അവസ്ഥകളുണ്ട് പല ആളുകൾക്കും. അതൊന്നും ശരിയായ ഒരു രീതിയല്ല, അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കൊഴിയേണ്ടി വരുന്നത് തറാവീഹ് നമസ്കാരം വരെയാണ്. തറാവീഹ് കഴിയാൻ തന്നെ 9-9:15 ആകുമ്പോൾ തറാവീഹ് നമസ്കാരം കഴിയുന്നുണ്ട്. പിന്നെ രാത്രി എഴുന്നേറ്റ് അത് 4 മണി 3 മണി ഏത് സമയമാണോ നമ്മൾ ശീലിച്ചിട്ടുള്ളത് ആ സമയം നമുക്ക് അനുസരിച്ച് എഴുന്നേറ്റ് നമസ്കരിക്കാവുന്നതാണ്.
പിന്നെ സുഹൂറ് വരുന്നത് എപ്പോഴാ? 4 മണിക്ക് ശേഷമാണ് അല്ലേ? 4:45. അതെ, 4:30 5-ന്റെ ഉള്ളിലൊക്കെയാണ് സുഹൂറ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് മാത്രമേ നമ്മൾ ഉറക്കിൻ്റെ ഇത് വരുന്നുള്ളൂ. പക്ഷെ ഇതല്ലാതെ ഈ വേണ്ടാത്ത ഇവര് ഇതുവരെ പിടിച്ചു വെച്ച ആഗ്രഹങ്ങൾ, ഈ പിന്നെ നോമ്പ് റമളാൻ എന്ന് പറയുമ്പോൾ അത് വിശപ്പിനെ മാത്രമല്ലല്ലോ പിടിച്ചു വെക്കുന്നത്, എല്ലാത്തിനെയും, എല്ലാ കാര്യങ്ങളെയും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉറക്കിന് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കാരണം രാവിലെ ഓൾറെഡി നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല, അപ്പോൾ നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കും. ഉറക്കം കൂടി ഇല്ലെങ്കിൽ അത് വലിയ ഇഷ്യൂ ആവും. അതാണ് കുറേ പേര് നോമ്പുകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രധാനപ്പെട്ട 2 തരം ആളുകൾ. ഒന്ന് പ്രധാനമായിട്ട് വരുന്ന ആസിഡ് പെപ്റ്റിക് ഡിസീസാണ്, നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിള്, പിന്നെ വയറ് കത്തിക്കാളല്. അത് ഈ പറഞ്ഞ സിട്രിക് ഫുഡ്സും ഇഫ്താറിന്റെ ശരിയല്ലാത്ത ഭക്ഷണ രീതിയാണ്. രണ്ടാമത്തത് ഉറക്കമൊഴിച്ചിട്ട് വരുന്ന ക്ഷീണവും അതുപോലെ ഡെഫിഷ്യൻസികളൊക്കെ വരുന്ന, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന ആളുകളും വരാറുണ്ട്. അപ്പോൾ അവിടെ ഉറക്കിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഉറക്കത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ അതിനോടൊപ്പം ചേർത്ത് വെക്കാനുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾക്ക് എക്സാമിൻ്റെ ഒരു കാലമാണ്. SSLC +2 എക്സാമുകൾ നടക്കുന്നുണ്ട്, നോമ്പാണ്, അതേപോലെ വേനലാണ്. ഇപ്പോൾ പല മക്കളും എക്സാം ഹോളിൽ വന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു സിസ്റ്റപ്പായി വന്നിട്ടുണ്ട്. അവർക്ക് എക്സാമിന് പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ല, ഇഫ്താർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തീരെ വയ്യ, ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഈ നോമ്പും എക്സാമും വേനലൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഈ കുട്ടികളുടെ ഒരു എങ്ങനെ ആയിരിക്കണം ഒരു നോമ്പിൻ്റെ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഒരു ഫുഡ് ഹാബിറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാം? നമുക്കറിയാം ഈ ഒരു വർഷവും അതുപോലെ കഴിഞ്ഞ വർഷവും റമദാൻ കാലത്താണ് SLC എക്സാം, അതുപോലെ +2 എക്സാം, ബോർഡ് എക്സാമുകൾ വന്നത്. അതുപോലെ തന്നെ വേനലും നല്ല ചൂടാണ്. ഇപ്പോൾ ചൂടായി വരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഇതിലും ചൂടായിരുന്നു റമദാൻ കാലത്ത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ പറ്റാത്ത, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് അവർ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുകയുണ്ടായി +2 കുട്ടികൾക്ക്. അതിനകത്ത് 7-ന് താഴെയാണ് HB ലെവൽ. 80% അബവ് കുട്ടികളുടെ HB ലെവൽ 7-ന് താഴെ വന്നേ. നമുക്ക് നോർമലി വേണ്ട അബവ് 12 ആണ്. അപ്പോൾ ആ ഒരു അവസ്ഥ 12 ആൻഡ് അബവ് 12 വരേണ്ട ഒരു അവസ്ഥയിൽ നിന്നും 7, അത്രയും അനീമിക്കാണ് കുട്ടികൾ, അത്രയും അവർക്ക് ഹെൽത്തി അല്ല. അങ്ങനെയുള്ള കുട്ടികൾ ഈ എക്സാമിൻ്റെ ടെൻഷനും റമദാൻ്റെ ഇതും നോമ്പെടുക്കലും പിന്നെ വേനലും ഒക്കെ കൂടി വരുമ്പോൾ ചിലപ്പോൾ അവർ ഡീഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അനീമിയൊക്കെയുള്ള അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇളവുകൾ എടുക്കാവുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ ഇളവുകൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ശരിയായൊരു മാർഗം. അത് നോറ്റ് വീട്ടണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഗ്ലൂക്കോസ് അടങ്ങിയ ഫുഡുകൾ അവർ കഴിക്കുന്നത് നന്നാവും. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എനർജി തരുന്നതാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ബ്രെയിൻ്റെ ഒരു ആരോഗ്യം കൂടി നോക്കണമല്ലോ. ബ്രെയിനിന്റെ പ്രവർത്തനം കൂടണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ പറയാം ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബ്രെയിൻ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതായത് കാർബ് കൂടുതലുള്ളത്, ഗ്ലൂക്കോസ് ഒക്കെ കൂടുതൽ കുറച്ചും കൂടി ഉള്ളത്, ചോറൊക്കെ കഴിക്കണോ നല്ലത്? ചോറും അരിയാഹാരങ്ങൾ. ഇപ്പോൾ നമുക്ക് നോമ്പിന് ഈ പിന്നെ ഉഴുന്നരച്ച പലഹാരങ്ങൾ നല്ലതല്ല, അത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. അല്ലാത്ത അരിയാഹാരങ്ങൾ, ഇപ്പൊ നമ്മൾ പത്തിരി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്, ഹെൽത്തിയുമാണ്, അതിൽ ഓയിൽ വരുന്നില്ല, ഒന്നും വരുന്നില്ല. പിന്നെ മറ്റ് അരിദോശകൾ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ, പിന്നെ പുട്ട്, അതൊക്കെ നമുക്ക് വെള്ളപ്പം, ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഉഴുന്നടങ്ങാത്ത വെള്ളപ്പാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. ഇവർ കൂടുതൽ അങ്ങനെ കാർബും കൂടി ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നോക്കുക, ഉറക്കം ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി അവർക്ക് ഈ പറഞ്ഞ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ റീൽസൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കാണുന്നതാണ് വാട്ട് 18 ഡേ എന്നുള്ളത്. അപ്പോൾ ആസ് എ ഡോക്ടർ, വാട്ട് 18 ഡേ നോമ്പ്, നമുക്ക് നോമ്പിന് എന്തൊക്കെ കഴിക്കാൻ പറ്റും? ഒരു ഹെൽത്തി ഡയറ്റ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫുഡ് ഉൾപ്പെടുത്താം, ഏതൊക്കെ ഒഴിവാക്കാം? നോമ്പിന് സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഫിസിക്കൽ ഹെൽത്തിൻ്റെ ലെവലിൽ നമ്മൾ ആലോചിക്കുമ്പോൾ
ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞല്ലോ 2 ഭക്ഷണ സമയമാണ്. ഒന്ന് ഇഫ്താർ നോമ്പ് തുറക്കലും, രണ്ടാമത്തെ സുഹൂർ നോമ്പ് എടുക്കുന്ന സമയം, പുലർച്ചെ സമയം. അപ്പോൾ അതിൽ സുഹൂറിനകത്ത് നമ്മൾ കൂടുതൽ ഭക്ഷണം എപ്പോഴും ഫ്ലൂയിഡ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു, പാനീയങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ കഞ്ഞി ഒക്കെ നല്ലതാണ്. തരിക്കഞ്ഞിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റവയുടെ. റവയ്ക്ക് പകരം വേണമെങ്കിൽ പിന്നെ ഇത് അവില്, പൊടിയേരി, ചെറിയരി ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തേങ്ങാപ്പാലോ പാലോ ഒക്കെ ചേർത്ത് തരിക്കഞ്ഞി ഒരു ബെസ്റ്റ് ഫുഡായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സൂപ്പുകൾ എന്നും ഒരേ ഫുഡ് തന്നെ ആയാൽ പറ്റില്ലല്ലോ. അതെ അതെ. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഇതൊക്കെ വരണമല്ലോ. അപ്പോൾ ഇടയ്ക്ക് വെജിറ്റബിൾ സൂപ്പ് കഴിക്കുന്നു, ചിക്കൻ സൂപ്പ് കഴിക്കാം, അല്ലെങ്കിൽ റെഡ് മീറ്റിൻ്റെ സൂപ്പ്, ബീഫ് സൂപ്പ് കഴിക്കാം. അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ഈ മാംസം ചെറുതായിട്ട് അരിഞ്ഞ്, വലിയ പീസുകളാക്കാതെ ചെറുതായിട്ട് അരിഞ്ഞ് അത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ മല്ലി ചേർക്കാം, പച്ചക്കുരുമുളക്, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ നല്ല രീതിയിൽ ദഹന വ്യവസ്ഥയെ ഒരു എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ്. ആ രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അത് സുഹൂറിൻ്റെ സമയത്ത് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇഫ്താറിൻ്റെ സമയത്തും കഴിക്കാവുന്ന ഇതാണ് തരിക്കഞ്ഞിയും സൂപ്പൊക്കെ. പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് ഇതുപോലെ തന്നെ ഈ പിന്നെ ഫ്രൂട്ട്സുകൾ കഴിക്കാം, പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സുകൾ. എപ്പോഴും എരിവും പുളിയും അതുപോലെ മസാലകൾ മാക്സിമം കുറക്കുക. കറികൾ നമുക്ക് സ്റ്റ്യൂ ആയിട്ടൊക്കെ കഴിക്കാം, അതിന് നമുക്ക് നോണൊക്കെ കഴിക്കാം. പക്ഷെ എപ്പോഴും ആ മസാലകളൊക്കെ അളവ് കുറച്ചാൽ മതി. ഓക്കെ, എല്ലാം മിതത്വം പാലിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എല്ലാം റെഡിയാണ്. പിന്നെ നേന്ത്രപ്പഴം കഴിക്കുന്ന ആളുകളുണ്ട്, പിന്നെ സുഹൂർ അത്താഴ സമയത്ത്. അതുപോലെ തന്നെ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കുന്നവരുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ഒന്ന് കഴിക്കണം, നിർബന്ധമാണ് കഴിക്കണം. ഈത്തപ്പഴമെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുക. ഇഫ്താറിൻ്റെ സമയത്തും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ 2 ഘട്ടമായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ആദ്യം തന്നെ ഹെവി ഫുഡ് റെയിൽവേ ഗേറ്റ് തുറന്ന മാതിരി ഒന്നാകെ ഒരുമിച്ച് കയറ്റാതെ ആദ്യം ഒരു ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നോമ്പ് മുറിക്കുന്നതിലും ബർക്കത്തുണ്ട്, സുന്നത്തുണ്ട്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ നമ്മൾ പിന്നെ ഈത്തപ്പഴം വെച്ചിട്ട് നോമ്പ് മുറിക്കുക, പിന്നെ വെള്ളം കുടിക്കുക. ആദ്യം തന്നെ ജ്യൂസുകളും ഇങ്ങനെ മറ്റുള്ള പാനീയങ്ങൾ ഒന്നും കഴിക്കാതെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ പിന്നെ ബോട്ടിൽഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പം അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് അതല്ല. നോമ്പ് തുറക്കുമ്പോൾ അത് ഒഴിവാക്കും, പക്ഷെ രാത്രി സമയത്ത്, അതായത് തറാവിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കാണാൻ ചുറ്റുമുള്ള കടകളിലൊക്കെ സോഡകളും ഉപ്പിലിട്ടതും ഇതൊക്കെ വിഭവം ഭയങ്കരമായിട്ട് വിളമ്പാണ്. ആളുകൾ കഴിക്കാനും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഭയങ്കര ഭാവിയിൽ പല പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അവർക്ക്. പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റിവൈവിങ് പീരിയഡാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഏറ്റവും നല്ല രീതിയിൽ റിവൈവ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് ഒരു ആയാസം വരുത്തി തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കുറയും. നോമ്പിന് ഷുഗറും കുറയും. പക്ഷെ ഷുഗർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗറിന്റെ പേഷ്യൻസ്, ഡയബറ്റിക് പേഷ്യൻസ്, അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഡയബറ്റിക് പേഷ്യൻസിന്റെ കാര്യം എങ്ങനെ നോമ്പെടുക്കുന്ന കാര്യത്തിൽ അവർക്ക് പ്രയാസം ഉണ്ടോ? ഇപ്പം ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ നോമ്പെടുക്കുമ്പോൾ അത് ഭയങ്കര പ്രയാസമാവൂലേ? ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാര്യം വരുമ്പോൾ ഹൈപ്പോഗ്ലൈസിമിക് ആവുക എന്നുള്ളതാണ് അവരുടെ ഒരു കോംപ്ലിക്കേഷൻ. അതായത് ഭയങ്കര ക്ഷീണം വരിക, പിന്നെ വിയർപ്പൊക്കെ കൂടി ക്ഷീണമൊക്കെ വന്ന് കയ്യും കാലൊക്കെ തളർച്ചയൊക്കെ വരും. ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഡയബറ്റീസിനുള്ള മെഡിസിനും കഴിക്കുക, ഒപ്പം ഫാസ്റ്റിംഗ് കൂടെ ആകുമ്പോൾ ഒന്നും അങ്ങോട്ട് ചെല്ലുന്നില്ലല്ലോ. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കൃത്യമായിട്ട് കണ്ട് എത്ര ഇൻസുലിൻ ഡോസ് കുറക്കണോ എന്നുള്ളതൊക്കെ തീരുമാനിച്ച് മെഡിസിൻ്റെ സ്കെഡ്യൂളിലൊക്കെ ഒരു വ്യത്യാസം വരുത്തി, സമയത്തിലും വ്യത്യാസം വരുത്തിയിട്ട് അത് ആദ്യം ചെയ്യാം. പിന്നെ വലിയൊരു തെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ള പല ആളുകളും നല്ല ഡയബറ്റിക് ആയിരിക്കും, നോമ്പല്ലേ വരുന്നത്, അവർ സ്വന്തമായിട്ട് അങ്ങോട്ട് തീരുമാനിച്ച് എല്ലാ ഇൻസുലിനും സ്റ്റോപ്പ് ചെയ്യും, മെഡിസിനും സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഇനിയിപ്പോൾ നോമ്പല്ലേ
അപ്പോൾ ഒരു വകയിൽ മെഡിസിൻ ഒന്നും കയറുന്നില്ല, ഇൻസുലിനും കയറുന്നില്ല. നോമ്പ് തുറക്കുമ്പോൾ ഒരു അസലായിട്ട് മധുരവും കഴിക്കും. ഞാൻ നോമ്പെടുത്തതല്ലേ. അപ്പൊ ഹൈപ്പർ ഗ്ലൈസീമിക്, എനിക്ക് തോന്നുന്നു ഹൈപ്പോ ഗ്ലൈസീമിയേക്കാൾ കൂടുതൽ ഹൈപ്പർ ഗ്ലൈസീമിക് ആയി മാറുകയാണ് നോമ്പിന്റെ സമയത്ത്. ഇതാണ് കാരണം. അവിടെ ഇൻസുലിനൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്നും സ്റ്റോപ്പ് ചെയ്യല്ല വേണ്ടത്, അത് ക്രമീകരിക്കുക. സ്വന്തമായിട്ട് ചെയ്യുകയും ചെയ്യരുത്. എല്ലാത്തിനും ഡോക്ടറുടെ കൺസൾട്ടേഷൻ. അതെ, ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ എടുത്ത ശേഷം അവരെ കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും, ഒരു സ്ഥിരമായിട്ട് നോക്കിയിരുന്ന ഡോക്ടർക്ക് അറിയുന്നുണ്ടാവും. ആ ഒരു പിന്നെ അവരുടെ ഒരു പിന്നെ അഡ്വൈസോട് കൂടിയിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നോമ്പ് എന്ന് പറഞ്ഞത് ആത്മസംസ്കരണത്തോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യത്തിന് ഒരു ശുദ്ധീകരണം കൂടിയാണ്. അപ്പം നമുക്കറിയാം ഇസ്ലാം എന്ന് പറഞ്ഞ മതം എപ്പോഴും മിതത്വത്തിന് പ്രാധാന്യം നൽകുന്നത്, ഒന്നും കൂടുകയും ചെയ്യരുത്, അതേപോലെ തീരെ ഇല്ലാതാവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മളെ നോമ്പ് എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ ക്രമീകരിക്കുക. തീരെ ഇല്ലാതെ അപ്പോൾ സുഹൂർ സ്കിപ്പ് ചെയ്ത് തീരെ ഇല്ലാത്ത ലെവലിലേക്കും പോകരുത്. അതേപോലെ ഇഫ്താർ ഭയങ്കര ഹെവി ആക്കി ആർഭാടമാവും ചെയ്യരുത്. എല്ലാത്തിലും ഒരു മിതത്വം കീപ്പ് ചെയ്ത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ഫുഡ്സ് കഴിച്ച് ഈ നോമ്പ് ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.